ഓരോ ആളുകൾ പിന്നെ അങ്ങനെ ഇറക്കി ഇങ്ങനെ ഇറക്കി ആ കച്ചവടം പരാജയപ്പെട്ടു. ഓരോന്ന് വിളിച്ച് പറയും, എന്താ പരിഹാരം, അയാളെ കടം മുഴുവൻ വീട്ടാൻ പറ്റിയ ആളുണ്ടോയെന്നാണ് അയാൾ ചോദിക്കുക. അല്ല സുഹൃത്തുക്കളെ, നമ്മുടെ പരാജയങ്ങൾക്ക് പിന്നിൽ ഏറ്റവും പ്രധാനം നമ്മുടെ തഖ്വയില്ലായ്മയാണ്. അള്ള പറഞ്ഞത് നമ്മൾ ചെയ്യണം. എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കരിക്കേണ്ട സമയം നമ്മൾ നിസ്കരിക്കാൻ പോകണം. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും അള്ള പറയാത്തൊരു വഴിയിലൂടെ 10 രൂപ നമ്മുടെ പോക്കറ്റിൽ വരാതെ നോക്കണം. അങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു ആത്യന്തിക വിജയം കൊടുക്കുള്ളൂ എന്നത് അള്ള പറയണതാണ്. ഖുർആൻ അള്ള പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം ഉണ്ടാവും. വൽ ആഖിബത്തുലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് നല്ല പര്യവസാനമുള്ളത് എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ പറയുമ്പോൾ അതിൽ മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ഒപ്പമുള്ളവരെ സമാധാനിപ്പിക്കണ ഈ ആശയം പറഞ്ഞിട്ടാണ്. ഈ ആശയം എല്ലാവർക്കും ഉള്ളതാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നല്ല നിലക്ക് അതൊക്കെ നടത്തി, ഞാൻ നല്ല നിലക്ക് ഈ ബിസിനസ്സിൽ പണം മുടക്കി, ഞാൻ ഇതിൻ്റെ മൂലധനത്തിൽ ഒരു ഹറാമും ചെയ്തിട്ടില്ല, എന്നെ പടച്ചോം കൈ വിടില്ല, എനിക്ക് വിജയം. അത് ചെറിയ സമാധാനമല്ല. നിങ്ങൾ അല്ലാണ്ട് സഹായം ചോദിക്കും, നിങ്ങൾ ക്ഷമിക്കും, നിങ്ങൾക്കിപ്പോൾ പ്രതികൂലതകളുടെ പക്ഷങ്ങൾ ക്ഷമിച്ചോളും. ഇന്നൽ അർളലില്ലാഹി യൂരിതുഹാ മയ്യശാഉ മിൻ ഇബാദിഹി, ഈ ഭൂമി അള്ളാഹുള്ളതാണ്. അള്ളാഹു അതിന് അനന്തരം കൊടുക്കും, അതിൻ്റെ അവകാശികൾക്ക് അള്ളാഹു അത് കൊടുക്കും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്കാവുന്ന അന്തിമ പരിണതി. നമ്മളേറ്റ് വഴക്കടിക്കുന്നവരും കുടുംബ കലാപം ഉണ്ടാക്കുന്നവരും ശത്രുക്കളും അസൂയൊക്കെ ഓരൊക്കെ എന്തോ ചെയ്തോട്ടെ, ഇപ്പോലൊക്കെ വിജയിച്ച് നിൽക്കുകയാണ്. പക്ഷെ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, നമ്മൾ വിജയിക്കും. ആത്യന്തികമായി അവസാനം എന്ത് ചെയ്യും? നമ്മളാണ് സത്യത്തിൻ്റെ ആളുകളെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സമയം ജീവിതത്തിൽ വരുന്നാണ്, യാതൊരു സംശയവുമില്ല. കാറൂൻ്റെ കഥ പറയുന്നുണ്ട്. വലിയ മുതലാളിയാണ്, എന്തേലൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ഒന്നും കൊടുക്കാതെ ഒക്കെ പിടിച്ചു വെച്ച് ഭയങ്കര അഹങ്കാരത്തോടെ ജീവിച്ചു. അവൻ്റെ കഥ പറഞ്ഞിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കണ അല്ല എങ്ങനെ അറിയോ? തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആ സ്വർഗ്ഗം ഉണ്ടല്ലോ, അത് അഹങ്കാരം നടിക്കാത്തവർക്കുള്ളതാണ്. ഭൂമിയിൽ ഔന്നിത്യം നടിക്കാത്തവരാണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവർക്കാണ് ആ സ്വർഗം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. എത്ര വലിയ മുതലാളിയായാലും സമ്പന്നനായാലും രാജാവാണെങ്കിലും ആത്യന്തിക വിജയം കിട്ടണോ? തഖ്വ വേണം. ഇതൊക്കെ അള്ളാഹ് ഖുർആനിൽ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരുന്ന കാര്യം.